എല്ലാവർക്കും ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട് അല്ലേ? മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആ തെറ്റുകൾ തിരുത്തിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിച്ച് അത് തിരുത്താതെ അതൊരു ഹാബിറ്റായിട്ട് അതൊരു ശീലമാക്കി കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും പിന്നീട് വന്നു ചേരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? കുറെ എക്സാംസ് നമ്മൾ എഴുതി. എല്ലാ എക്സാംസിനും നമുക്ക് നല്ലപോലെ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ചില എക്സാംസിന് നമ്മൾ പഠിച്ചുപോയി, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. ചിലർക്ക് ഓർമ്മ പ്രശ്നം ഉണ്ടായിരുന്നു, ചിലർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ പല സ്ഥലങ്ങളിലേക്കും ശ്രദ്ധ പോയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായിട്ടുള്ള മാർക്കൊക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അപ്പൊ നമുക്ക് സംഭവിച്ചു, അതെല്ലാം നമ്മൾ വിട്ടു അല്ലെ? കഴിഞ്ഞ കാര്യങ്ങളാണ്, അതൊരു ചെറിയൊരു തെറ്റ് പറ്റി, അതൊക്കെ നമ്മൾ വിട്ടു. പക്ഷെ ഇതേ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ഇനിയും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇനി നമുക്ക് ഒരു ചെറിയൊരു തെറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അതെന്തായി നിങ്ങളൊരു ശീലമായിട്ട് മാറി അല്ലെ? എക്സാംസിന് പഠിക്കാതെ സോഷ്യൽ മീഡിയാസ് നോക്കിയിരിക്കുക, TV കണ്ടിരിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ വേറെ കുറെ ആലോചിച്ചിരിക്കുക, ഇതൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ശീലമായി മാറാൻ പോവാണ്. അപ്പൊ അതിനെ അനുവദിച്ചുകൂടാ. നമുക്ക് ഇനി ആ ശീലങ്ങളൊന്നും നമുക്ക് പാടില്ല. കുറെ മിസ്റ്റേക്സ് ഉണ്ടായി, അത് നമ്മൾ ഇനി പഠിച്ചു അല്ലെ? ആ പഠിച്ച കാര്യങ്ങളായിട്ട് വേണം, പുതിയ പുതിയ മാറ്റങ്ങളായിട്ട് വേണം ഇനി വരുന്ന അക്കാദമിക് ഇയറിലേക്ക് എൻ്റെ കുട്ടികൾ പോകാനായിട്ട്. പിന്നെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി എൻ്റെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ പാടില്ല. എപ്പോഴും ആലോചിക്കും, പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എപ്പോഴും നമുക്ക് ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാം അല്ലെ? ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് തെറ്റിപ്പോവാം. അപ്പൊ അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലൊന്നും സങ്കടപ്പെട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്തതിൽ തെറ്റിപ്പോയിട്ടുണ്ടാവാം. അതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. അതെന്നല്ല ഓരോ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ കുറെ കാര്യം പഠിച്ചു, ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനെ ലോ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇനി ഒരു പുതിയൊരാളായിട്ട്, നമ്മൾക്ക് പുതിയ മാറ്റങ്ങളായിട്ട്, പുതിയൊരു വ്യക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി വരുന്ന അക്കാദമിക് ഇയറിൽ അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ ടൈമാണ് ഈ പറയുന്ന സമയങ്ങളെല്ലാം. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്ത് നല്ല സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയായിട്ട് വേണം ഇനി വരുന്ന അക്കാദമിക് ഇയറിലേക്ക് എൻ്റെ കുട്ടികൾ പോകാനായിട്ട്. അപ്പം എപ്പോഴും ആലോചിക്കുക, ഒരിക്കലും നമ്മുടെ മിസ്റ്റേക്സ് ഒരു ഹാബിറ്റായി മാറരുത്.